സ്മൃതി, ഒരുപക്ഷെ നിലമ്പൂർ മണ്ഡലം കണ്ടിട്ടില്ലാത്ത വിധം ഒരു നാടകീയത UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നു. UDFിൻ്റെ സഹകരണ കക്ഷിയാണ് നിലവിൽ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ്. ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ് PV അൻവർ. കേരളത്തിലെ UDFിൻ്റെ സഹകരണ കക്ഷിയുടെ നേതാവ് തന്നെ UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അതേ ദിവസം രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. UDF പ്രവേശനം കാത്തിരിക്കുന്ന അൻവർ ഇത് എന്തു ഭാവിച്ചാണ്? കൈവിട്ട കളിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അൻവർ എന്തു ഭാവിച്ചാണ് എന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്, കണ്ണു തള്ളിയാണ് നോക്കുന്നത്. കാരണം ഇന്നലെ വരെ അദ്ദേഹം പറയുന്നത് ജനവും പിണറായിസവും തമ്മിലുള്ള മത്സരം LDFും UDFും തമ്മിലുള്ള മത്സരമല്ല എന്നുള്ളതാണ്. അപ്പോൾ പിണറായിസം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം അത് വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. RSSുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നു. അതുപോലെ P ശശിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, പോലീസിൻ്റെ അഴിമതി, സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചിട്ടൊക്കെയാണല്ലോ അദ്ദേഹം MLA സ്ഥാനം തന്നെ രാജിവെച്ചത്. അപ്പോൾ രാജിവെച്ച് പോയ ഇന്നലെ അദ്ദേഹം ചില മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ UDFിന് 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിലും കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ PV അൻവർ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് കോഫി വിത്ത് അരുണിലാണല്ലോ ആദ്യത്തെ അപശബ്ദം വന്നത്. അതിൽ ആദ്യ പ്രതികരണം വരുന്നു ആര്യാടൻ ഷൗക്കത്തിനെതിരെ. ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ വൈരമുണ്ടെന്ന് നമുക്കറിയാം. അദ്ദേഹം VS ജോയിയെ പിൻഗാമിയായി അദ്ദേഹം നിശ്ചയിക്കുകയാണ്. അതായത് MLA സ്ഥാനം രാജിവെച്ച് ഒരു മുന്നണിയിലേക്കും പ്രവേശനം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ, അപ്പുറത്തെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്താൽ ഏത് രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കും? ഏത് മുന്നണി അംഗീകരിക്കും? ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൽ VS ജോയെ എന്തുകൊണ്ട് VS ജോയോട് താല്പര്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അത് അവിടെ പറഞ്ഞ് നിർത്തണമായിരുന്നു. VS ജോയ് മലയോര കർഷകനാണ്, വന്യമൃഗശല്യം നേരിടുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ്, ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അൻവറിനെ അവതരിപ്പിക്കുന്നത്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ അൻവറിനെ സാധിക്കൂ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നിലമ്പൂർ പോലുള്ള 70% വനപ്രദേശമുള്ള ആ പ്രശ്നം പരിഹരിക്കാൻ VS ജോയ് സ്ഥാനാർത്ഥിയായാലേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു വർഗീയ ഒരു പരാമർശമില്ലേ? അപ്പുറത്ത് മറ്റൊരു സ്ഥാനാർത്ഥി UDF നിർത്തുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യില്ല എന്നാണോ കാണേണ്ടത്? പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? മുസ്ലിം സംഘടനകൾക്ക് താല്പര്യമില്ല ആര്യാടൻ ഷൗക്കത്തിനെ എന്നാണ്. ആര്യാടൻ ഷൗക്കത്തിനെ നമുക്കറിയാം. ആര്യാടൻ ഷൗക്കത്ത് ഒരു പുരോഗമന മുസ്ലിമാണ്. അദ്ദേഹം എടുത്ത സിനിമകൾ സമുദായത്തിനകത്തെ ദുരാചാരങ്ങൾക്കെതിരെ കൂടി പ്രതികരിക്കുന്ന ഒരു സിനിമയാണ് അദ്ദേഹം എടുത്തിരുന്നത്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. പക്ഷേ അദ്ദേഹം ഒരു പുരോഗമന മുസ്ലിമാണ്, പുരോഗമന നിലപാടുള്ള മുസ്ലിമാണ്. അത് അങ്ങനെയല്ലാതെ തീവ്രമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ നേടിത്തരില്ല എന്നാണ് അപ്പുറത്ത് PV അൻവർ പറയുന്നത്. കോൺഗ്രസ് എന്തായാലും കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അവിടെ വരുന്ന 46% വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് എന്നുള്ളത് അത് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ആരഞ്ഞിരിക്കും. ലീഗിനെ സംബന്ധിച്ചാണെങ്കിലും അവിടെ മലപ്പുറത്ത് ലീഗിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ്. മലപ്പുറത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിലമ്പൂരിലും ലീഗിന് ഒരു നിലപാടാണ്. അപ്പോൾ ലീഗിനും സ്വീകാര്യനായ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത് വ്യക്തമാണല്ലോ. അങ്ങനെയാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അതിനെതിരെ പുറത്ത് പ്രതികരിക്കുക, അതിലപ്പുറവും കടന്ന് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത്? കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിൻ്റെ സന്തോഷം പങ്കിടുന്ന നിമിഷത്തിൽ തന്നെ പറയുകയാണ് ആര്യാടൻ ഷൗക്കത്ത് അപ്പുറത്തേക്ക് പോകാൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയ ആൾ ഇനി എങ്ങനെയാണ് മുന്നണി പ്രവേശനത്തിന് കാത്തിരിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അത് അടഞ്ഞ അധ്യായമായി കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള സാധ്യതകൾ വളരെ തുച്ഛമാണ്. ഇപ്പോൾ പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. ലീഗിലെ തന്നെ 2ാം നിര നേതാക്കളുമായിട്ടാണ് കുറച്ചുകൂടി അൻവറിന് ബന്ധം. അവരുമായിട്ട് നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു. മുന്നണി പ്രവേശം നടപ്പാക്കാം എന്നുള്ള ഈ മലയോര ജാഥ VD സതീശൻ നടത്തുന്ന ഘട്ടത്തിലാണ് ആദ്യമായിട്ട് വേദി പങ്കിടുന്നത്. അപ്പോൾ അന്ന് ഒരു പ്രതീക്ഷ നൽകിയിരുന്നു. പിന്നീട് മുന്നണി പ്രവേശമാകാം, നോക്കാം എന്ന് പറയുന്നത് ഈ തരത്തിൽ പെട്ടെന്ന് ഇങ്ങനെ പ്രതികരണങ്ങൾ മാറ്റുന്ന ഒരു നേതാവായിരുന്നുകൊണ്ടായിരിക്കും അവർ പക്ഷേ കോൺഗ്രസ് നിരീക്ഷിച്ച് ഉണ്ടാവുക സമയം കഴിയട്ടെ എന്ന്. കാരണം തുടക്കത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിനെതിരെ സഭയിൽ തെറ്റായ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു നേതാവിനെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഏതറ്റം വരെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെന്ന് നിരീക്ഷിക്കുകയായിരുന്നിരിക്കാം. അപ്പോൾ അവരുടെ നിരീക്ഷണവും അവരുടെ സംശയവും ശരിയാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2 ദിവസം ആര്യാടൻ ഷൗക്കത്തിനെ ജനം അംഗീകരിച്ചു എന്ന് നോക്കുമെന്നാണ്. അദ്ദേഹം എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്? വണ്ടിയെടുത്ത് നിലമ്പൂരിൽ ചുറ്റി ആര്യാടൻ ഷൗക്കത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടാണോ അദ്ദേഹം അത് അന്വേഷിക്കാൻ പോകുന്നത്? 2 ദിവസം കഴിഞ്ഞിട്ടൊരു തീരുമാനമെടുക്കുമെന്ന് പറയുന്നു. ആ തീരുമാനം എന്ന് പറയുന്നത് മുന്നണി പ്രവേശനം ഇനി എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് ആരായുകയായിരിക്കും. PK കുഞ്ഞാലിക്കുട്ടിയെ ഏറ്റവും ഒടുവിൽ അദ്ദേഹവുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.
അതൊക്കെ തന്നെയും അൻവർ അങ്ങോട്ട് താല്പര്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ലീഗ് ഇക്കാര്യത്തിൽ തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോവുക എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ വലിയ പ്രതികരണങ്ങളിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനിടയ്ക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് PV അൻവർ അഥവാ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അഥവാ മത്സരിക്കാൻ ആലോചിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടുക CPM വോട്ടായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്ത് മെസ്സേജ് കൊടുത്തുകൊണ്ടാണോ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്, ആ മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹം എവിടെ നിൽക്കണമായിരുന്നു എന്നത് അദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നു. ഞാൻ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി നിന്നാലേ ഞാൻ പിന്തുണയ്ക്കൂ എന്ന് പറയുന്നത് ബാലിശമായ വാദമാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് രാഷ്ട്രീയ ഭാവി എന്ന് PV അൻവർ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ അനുമതി നൽകിയെന്ന് പറയുന്നു. തൃണമൂൽ കോൺഗ്രസിലെ ദേശീയ തലത്തിലെ നിലപാടിലേക്ക് PV അൻവർ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസ് ശത്രുപക്ഷത്താണല്ലോ, CPM ശത്രുപക്ഷത്താണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിലമ്പൂരിൽ അദ്ദേഹം ഒരു തമാശ കഥാപാത്രമായി മാറുന്ന രൂപത്തിലേക്കാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.